കൊച്ചിൻ കാർണിവലിൽ ഗവർണറും തൊപ്പിയുമെന്ന നാടകം നിരോധിച്ച RTO ഉത്തരവിനെ ന്യായീകരിച്ച CPIM MLA KJ മാക്സി. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് RTO ശ്രമിച്ചതെന്നാണ് വിശദീകരണം. ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനാണ് നാടക സമിതിയുടെ തീരുമാനം. BJP മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഗവർണറും തൊപ്പിയും എന്ന നാടകം ഫോർട്ട് കൊച്ചി RDO K മീര വിലക്കിയത്. ഉത്തരവ് ഏകപക്ഷീയമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നാടകത്തിന്റെ ഭാരവാഹികൾ. നമ്മൾ അതിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് നമ്മൾ നിയമ നടപടി സ്വീകരിക്കും. ഇത് എത്ര നാൾ നിലനിൽക്കുന്ന ഒരു ഓർഡറാണെന്ന് പോലും അറിയില്ല. ഓർഡറിൻ്റെ സാധ്യത തന്നെ വളരെ കുറവാണ്. അപ്പോൾ അത് കോഷ് ചെയ്യാനായിട്ട് കോടതി തുറക്കുന്ന മുറയ്ക്ക് നമ്മൾ അത് വെക്കേറ്റ് അത് ഒഴിവാക്കുകയും നമ്മൾ വീണ്ടും ഈ നാടകം അതേ വേദിയിൽ കളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. വിവാദങ്ങൾ ഒഴിവാക്കാൻ നാടകം നിരോധിച്ചെന്നായിരുന്നു കൊച്ചി MLA KJ മാക്സിയുടെ പ്രതികരണം. ഇവർ കളിക്കുന്ന സംഘടന ഞാൻ ചോദിച്ചപ്പോൾ അത് ജപ്പാൻ കഥയാണത്. ആ പേര് ഗവർണർ തൊപ്പി എന്നാണ്. പിന്നെ ഈ സമയത്തൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് അവരത് മാറിയത്. അവർ സ്വയം മാറിയത് സംഘടന. അത് RDO അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം വലിയൊരു സംഭവം നടക്കുമ്പോൾ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ. അതുകൊണ്ട് മാത്രം വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നീക്കണമെന്ന ഉത്തരവിനെതിരെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി. കൊച്ചിയുടെ പല സ്ഥലങ്ങളിലും ഇത്തരം പപ്പാഞ്ഞങ്ങൾ ചെറുതും വലുതുമായിട്ട് ഇവിടെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കാന്ന് വെച്ചാൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ ആഘോഷങ്ങൾ നടക്കണം. അൺഎക്സ്പെക്റ്റഡുള്ള മൂവ്മെൻ്റാണിത്. കൊണ്ടുവന്ന് 48 മണിക്കൂർ ബാക്കി നിൽക്കി കൊണ്ടുവന്ന് തരികയാണ്. എന്തുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാനാവില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. വിവാദങ്ങൾക്കിടയിൽ പുതുവർഷ രാവിൽ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കാനുള്ള പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പൂർത്തിയായി. 24 കൊച്ചി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.